നമസ്കാരം. ഇവിടെ രണ്ടുപേര് വിവാഹം കഴിച്ചു. നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന നമ്മളൊരു പരിപാടിയാണ്. വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കും, അതും ഇതും ഇതൊക്കെ ഒരു പരിപാടിയാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഗാനരംഗങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കും. വിവാഹം കഴിഞ്ഞ ഉടനെ അവർ രണ്ടുപേരും ഏതെങ്കിലും നല്ല മൈസൂരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഊട്ടിയിലൊക്കെ പോയിട്ട് അവരങ്ങോട്ട് നോക്കിക്കുന്ന ഫോട്ടോ, ഇങ്ങോട്ട് നോക്കിക്കുന്ന ഫോട്ടോ, മേലോട്ട് നോക്കിക്കുന്ന ഫോട്ടോ, കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോക്കെയും എടുക്കാറുണ്ട്. അപ്പോൾ ഒരാൾക്ക് തോന്നിയത്, രണ്ട് ഹിന്ദുക്കളാണ് അവർ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് തോന്നി ഇതിങ്ങനെ പോരാ, നമുക്കൊന്നും കൂടി ഒരു വെറൈറ്റി വേണം. അതിനവരെന്ത് ചെയ്തു? അവർ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന സമയത്ത് ഒരു തുണി മാത്രമേ പുതച്ചിട്ടുള്ളൂ. ശരീരത്തിൽ ഈ ഭാഗവും തുടകളും കാലുകളെയും പുറത്ത് കാണുന്ന രീതിയിൽ ആ പയ്യങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ സ്ത്രീ മുണ്ടും മുഴുവനും പൊക്കി പിടിച്ച് നിൽക്കുന്നു. നമ്മൾ പിൻഭാഗമാണ് കാണുന്നത്. മുൻഭാഗത്ത് എന്താണ് അവർ പറയുന്നത്? ഷെഡ് ഇട്ടിട്ടുണ്ട് പറയുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇതൊരു സംഭവമായിട്ട് മാറി. നാട്ടുകാർക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. സദാചാരവാദികളെ, ഹിന്ദുത്വവാദികളെ, അവർക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ഇത് ഈ ഫോട്ടോ എടുത്തിട്ട് അവരെവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, തെരഞ്ഞെടുത്ത് കണ്ടില്ല. ഹിന്ദു ട്രഡീഷൻ ഇത് പറഞ്ഞിട്ടുണ്ട് അത്രേ. ഇത് പറഞ്ഞപ്പോഴാണ് പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്. ഉടനെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു. ഹിന്ദുവിനെ അപമാനിച്ചു. അങ്ങനെ കൂട്ടം ആൾക്കാരുടെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ, ഹിന്ദുവിൻ്റെ പൈതൃകത്തെ, ഉജ്ജ്വലമായ പൈതൃകത്തെ അപമാനിച്ചു പറഞ്ഞൊരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് രംഗത്ത് വന്നു. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹിന്ദു പെൺകുട്ടിയും ഹിന്ദു ആൺകുട്ടിയാണ്. അവരിപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്തിനതിൽ ഇടപെടുന്ന കാര്യം? നിങ്ങളത് പബ്ലിക് ആക്കിയില്ല എന്നാ ചോദ്യം. ഏതായാലും അതിൻ്റെ ഫോട്ടോഗ്രാഫറെ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു. ഇത് ഭീഷണിയായിട്ട് എന്നെ കരുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, എൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രതികരണങ്ങൾ വന്നത്. ഹിന്ദുവിൻ്റെ ട്രഡീഷനെ ചോദ്യം ചെയ്താൽ എന്ന രീതിയിൽ, അങ്ങനെ ചോദ്യം ചെയ്താൽ ആരാ തിരിച്ച് ചോദ്യം ചെയ്യാൻ അവിടെ ഉള്ളത്? ഹിന്ദു സംഘടനകളുണ്ട്, യോഗക്ഷേമ സഭയുണ്ട്, അവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സന്യാസി സഭകളുണ്ട്, അവരും ഒന്നും പറഞ്ഞിട്ടില്ല. ക്ഷത്രിയ സഭകളുണ്ട്, അവരും ഒന്നും പറഞ്ഞിട്ടില്ല. അഖില കേരള പോലെ മഹാസഭയുണ്ട്, അവരൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ NSS ഉണ്ട്, SNDP ഉണ്ട്, വിശ്വകർമ്മജരുണ്ട്. ഇവരാരും പ്രതികരിച്ചിട്ടില്ല. അതിന് വേണ്ടുന്ന സംഘടനകളുണ്ട്, എല്ലാത്തിനെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അവരൊന്നും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിച്ച ചില വ്യക്തികളാണ്. ഹിന്ദുവിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ അതായത് സംഘപരിവാർ, നമ്മളെന്തിനാ മറച്ചു വെക്കുന്നത്? സംഘപരിവാറിൻ്റെ ഉള്ളിൽ നിൽക്കാത്ത ആളുകൾ കിഴക്കോട്ട് തിരിഞ്ഞ് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പറയും ഉജ്ജ്വലമായിട്ടുള്ള ഹിന്ദു പൈതൃകത്തെ അവർ നശിപ്പിക്കുകയാണ്, കിഴക്കോട്ട് തിരിഞ്ഞ് മൂത്രമൊഴിക്കാൻ പാടില്ല അത്രേ. എവിടെ എഴുതിയിട്ടുള്ളത്? അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ധർമ്മം അങ്ങനെയാണ്. ഇനി അയാൾ പടിഞ്ഞാറ് തിരിഞ്ഞ് മൂത്രമൊഴിച്ചാലോ? വൈകുന്നേര സമയത്ത് പടിഞ്ഞാറ് തിരിഞ്ഞ് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? വടക്കോട്ട് തിരിഞ്ഞൊഴിച്ചാലും തെക്കോട്ട് തിരിഞ്ഞൊഴിച്ചാലും ഹിന്ദുത്വവാദികൾക്ക് പിടിക്കില്ല. ഹിന്ദുത്വവാദികളാണെങ്കിൽ ഓക്കെ, അവർക്ക് എന്തും ചെയ്യാം. ഇങ്ങനൊരു കൂട്ടം ആളുകൾ ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്, സംഘപരിവാർ. ഈ ആളുകൾക്ക് ഇന്നിപ്പോൾ ഇത്രയേ ശക്തിയുള്ള അവിടെയും ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇത്രയായിട്ട് പോലും അവർ പലതിനും നിയന്ത്രിക്കാൻ നോക്കുന്നു, കയ്യിൽ ഒതുക്കാൻ നോക്കുന്നു. ഹിന്ദു എന്ന് പറയണമെങ്കിൽ അവരുടെ അനുവാദം വാങ്ങിക്കണം. ഹിന്ദു എന്നുള്ള പേര് ധർമ്മ, കർമ്മ, വേദാന്തം, സനാതനം, ഭാരതം, മഹാഭാരതം എന്നിത്യാദിയുള്ള പേരുകൾ മുഴുവൻ അതിനെല്ലാത്തിനും പാറ്റൻ്റ് ഒക്കെ എടുത്തിരിക്കുക. എവിടെന്നാ പാറ്റൻ്റ് എടുത്തതെന്ന് അറിയില്ല. ആരും മിണ്ടാൻ പാടില്ല. ഹിന്ദു ട്രഡീഷനാണ് നമുക്ക് പ്രശ്നം. ഒറ്റ ചോദ്യമുള്ളൂ, എന്താണ് ഈ ഹിന്ദു ട്രഡീഷൻ? അതിൻ്റെ മൂലാധാരം എവിടെയാണ്? മൂലാധാരം എവിടെയാണെന്ന് അറിയുന്ന ആൾക്കാരുണ്ട്. മൂലാധാരം വേദാന്തമാണ്. വേദാന്തം ഉൾപ്പെടുന്ന വേദമാണ്.
അതിൻ്റെ മൂലാധാരങ്ങൾ, കർമ്മ പദ്ധതികൾ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ധർമ്മ പദ്ധതികൾ അത് വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വേദവും വേദാന്തവും എവിടെയാ? എവിടെ പോയാൽ കിട്ടുക? ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടുക? സ്വാമി ചിന്മയാനന്ദ മഹാരാജ്, സംപൂജ്യനായിട്ടുള്ള സ്വാമിജി, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞു, ഏത് മാർക്കറ്റിൽ പോയാലും ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് വേദാന്തം കരഗതമാകണം. അതിൻ്റെ അർത്ഥം സൂപ്പർ മാർക്കറ്റ് എന്നല്ല, വേദാന്തം വേദവേദാന്തങ്ങൾ അതുപോലെ തഴച്ചു വളരണം എന്ന് അദ്ദേഹം മോഹിച്ചിട്ടുണ്ട്. സ്വാമി ചിന്മയാനന്ദ സരസ്വതി മോഹിച്ചിട്ടുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതി മുതൽ അത് മോഹിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദനും അത് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ട്രഡിഷൻ, മഹാഭാരതത്തിൻ്റെ ട്രഡിഷൻ, ഹൈന്ദവൻ്റെ ട്രഡിഷൻ, അതിലൂടെ തഴച്ചു വളരണമെന്ന് ആഗ്രഹിച്ചവരാണ് ഈ യോഗിമാർ, യോഗീശ്വരന്മാർ, സന്യാസി വര്യന്മാർ. ഇന്നും അങ്ങനെയുള്ള സന്യാസി വര്യന്മാർ കേരളത്തിലുണ്ട്. അവരൊക്കെ മുഖം കുത്തിയിരിക്കുകയാണ്. കാരണം ഒരു വാക്കിനും നോക്കിനും വിലയില്ലാതായി കഴിഞ്ഞു, വിലയില്ലാതാക്കി കഴിഞ്ഞു ഇത്തരം ആളുകൾ. ഇവിടെ നമ്മൾ ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വേദവേദാന്തങ്ങളുടെ, അവരുടെ ഖുറാനാകട്ടെ അല്ലെങ്കിൽ ബൈബിളാകട്ടെ, അതിൻ്റെ പ്രസാരണം എവിടെയാണ് നടക്കുന്നത്? പള്ളികളിൽ. അവരുടെ ആചാര്യന്മാർ എവിടെ ഇരിക്കുന്നത്? പള്ളികളിൽ. ആ സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, തീർപ്പുകൾ കൽപ്പിക്കുന്നത് എവിടെയാണ്? പള്ളികളിൽ. ആരാ തീർപ്പുകൾ കൽപ്പിക്കുന്നത്? അവരുടെ സമൂഹത്തിലുള്ള കാരണവന്മാർ, ആചാര്യന്മാർ, ഉസ്താദുമാർ, അവരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാൻ മറികടന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അസ്വാതന്ത്ര്യപരമല്ല, സ്വാതന്ത്ര്യപരമാണ്. എല്ലാ അവകാശങ്ങളോടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഞാൻ കോഴിക്കോട് ഒരു വിവാഹത്തിന് പോയി. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ എന്ന് പറയാവുന്ന ഒരാൾ, നസറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകളുടെ വിവാഹത്തിന് ഞാൻ പോകണ്ടായി. ആ വിവാഹ സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പ്രശസ്തരായിട്ടുള്ള ആളുകൾ, MLA മാർ, അങ്ങനെയുള്ള ആൾക്കാർ, സിനിമാടന്മാർ, വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പ്രശസ്തന്മാർ ആയിട്ടുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ പോലും ആ കുടുംബത്തിന് അനാവശ്യമായിട്ട് ഇളകി ആടി അവിടെ നടക്കുന്നത് ഞാൻ കണ്ടില്ല. എന്നാൽ സ്ത്രീകൾ വിചാരിച്ചാൽ വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നു. ഇതിനെ മൂടിക്കെട്ടി വെക്കലല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനൊരു ചിട്ടവട്ടം വേണം. അതാണ് അതിൻ്റെ മനോഹാരിത. സ്ത്രീയുടെ മനോഹാരിത അതാണ്. പണ്ട് അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ വീടിന് മുമ്പിൽ വന്ന് ഓടിച്ചേറി എല്ലാം കൂടെ കാണിച്ച് ഓടിക്കോടി ബുൾഡോസർ വരുന്ന പോലെ വരികയല്ല ചെയ്തിരുന്നത്. അവർ വാതിൽപ്പടിയിൽ പകുതി മറിഞ്ഞു നിൽക്കാറാണ് പതിവ്. അതിനൊരു മനോഹാരിതയുണ്ട്. ഇപ്പോൾ വന്ന ആൾ ചോദിക്കും, നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ്? അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ് കേട്ടോ. എന്താ പേര്? ഞാൻ വരുമ്പോൾ എന്തിനും പറയണോ? മുമ്പ് പറഞ്ഞ പോലെ ഈ ബുൾഡോസർ കണക്ക് ചാടി വീഴാറില്ല. പക്ഷെ ഇന്നും അത് കാത്തു സൂക്ഷിക്കാൻ മറ്റുള്ള സമുദായങ്ങൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഹൈന്ദവ സമുദായത്തിന് കഴിയുന്നില്ല. കാരണം എന്താണ്? അവിടെ ആദ്യം തലവെട്ടിക്കളഞ്ഞത് ആചാര്യന്മാരുടെയാണ്. അവരുടെ വാക്കുകളെ അവരുടെ വായയാണ് അവരെ കഴുത്തിലിറുക്കി പിടിച്ചു. പിന്നെ ശബ്ദം പുറത്തേക്ക് വരില്ലല്ലോ. ഹൈന്ദവ ധർമ്മത്തിൻ്റെ നാശത്തിൻ്റെ നാന്ദി കുറിച്ചതും അതിനെ മുന്നോട്ട്, ആ നാശത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിനെ പരിപൂർണമായിട്ടും അതിൻ്റെ വിനാശത്തിന് വേദിയൊരുക്കുന്നതും ഇവിടുത്തെ അമ്പലങ്ങളാണ്. ആ അമ്പലങ്ങൾ ഭരിക്കുന്നത് ആരാണ്? എന്താണ് അമ്പലം, എന്തിനാണ് അമ്പലം എന്നറിയാത്ത ആളുകൾ. വേദവേദാന്തങ്ങളുടെ പ്രസരണാർത്ഥം അവിടെ നിൽക്കുന്ന ദേവദേവന്മാരുടെ പ്രതിമകൾ, അതിന് ഉപനിഷത് സുന്ദരൻ എന്നാ പറയുക. നമ്മുടെ ധർമ്മത്തിൻ്റെ, നമ്മുടെ പ്രമാണത്തിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ് മൂർത്തികൾ എന്നാ പറയുന്നത്. അമൂർത്തമായത് എന്താണ്? ഈ വേദവേദാന്തങ്ങളാണ്. ഇതെന്താണ്? മൂർത്തിയെയല്ല ആരാധിക്കേണ്ടത്, ധർമ്മത്തെയാണ് ആരാധിക്കേണ്ടത്. പക്ഷെ മൂർത്തിയിൽ ഒതുക്കി ആരാധന. പണ്ട് അറേബ്യൻ ദേശത്തേക്ക് ഉണ്ടായിരുന്ന പോലെ, ജാഹ്ലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന പോലെ കല്ലിനെയും മണ്ണിനെയും കോപ്പുകളെയും വാങ്ങിച്ചു വെച്ച് അതിനെ കുത്തിവെച്ച് എന്ന രീതിയിൽ അതിനെ പരിപൂർണമായിട്ട് നിഷ്കാസനം, അതിനെ പരിപൂർണമായിട്ട് അതിനെ അനിഹിലേറ്റ് ചെയ്ത് കളഞ്ഞു നബി തിരുമേനി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മം അദ്ദേഹത്തിന് ഒരിക്കലും പോലും സന്തോഷമായിട്ട് 10 ദിവസം എടുത്തിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ അമ്പല പദ്ധതികൾ
പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ സിറ്റികളിൽ പോയി കാണാം, വലിയ വാട്ടർ ടാങ്കുകൾ കാണാം. ഹ്യൂജ് ആയിട്ടുള്ള വാട്ടർ ടാങ്കുകൾ, 2-3 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ളത്. അതിൽ കുന്നുംപുറത്ത് സ്ഥാപിച്ചു വെക്കുക. അവിടെ നിന്ന് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും വലിയ മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ പൈപ്പുകൾ പോയിട്ടുണ്ടായിരിക്കും. അതിലൂടെ വെള്ളം പോവുക അതാത് സ്ഥലങ്ങളിലേക്ക്. അതിൽ നിന്ന് പിന്നെ ചെറിയ അതിനേക്കാൾ വലിപ്പം കുറഞ്ഞ കുഴലുകൾ അത് ഓരോ പഞ്ചായത്തുകളിലേക്ക്, പിന്നെ ഓരോ വാർഡുകളിലേക്ക് അതിനേക്കാൾ ചെറിയ പൈപ്പുകൾ, പിന്നെ ഓരോ ഇടവഴികൾക്ക് അതിനേക്കാൾ ചെറിയ പൈപ്പുകൾ, പിന്നെ ഒരു വീടുകളിലേക്ക് അതിനേക്കാൾ ചെറിയ പൈപ്പുകൾ, പിന്നെ വീടിനകത്ത് അടുക്കളയിലേക്ക് വരാൻ ഏകദേശം ഇത്രയും കനമുള്ള ഒരു പൈപ്പ് ഇങ്ങനെ ഇരിക്കേണ്ടായിരിക്കും. അത് തുറന്നു കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ വെള്ളം വരും. അതെങ്ങനെയാണ് വെള്ളം വരുന്നത്? ഈ വലിയ ടാങ്കിനകത്ത് ആ വെള്ളമുള്ളത് കൊണ്ട്. അവിടെ ആ വെള്ളമുണ്ട്, അതുകൊണ്ട് അവിടെ വെള്ളം കിട്ടുന്നത്. പക്ഷേ നമ്മളുടെ അടുക്കളയുടെ പൈപ്പ് ഉണ്ടല്ലോ, ആ ടാപ്പിൻ്റെ ഉള്ളിൽ ഒരു പല്ലി കയറിയിരുന്നാലോ? പല്ലി ചത്തിരിക്കുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ ടാപ്പ് തുറക്കും, വെള്ളം വരില്ല. ടാപ്പ് തുറക്കും, ശബ്ദമുള്ള വെള്ളം വരില്ല. ഇവിടെ എന്തുകൊണ്ട് വെള്ളം വരുന്നില്ല? അവിടെ ടാങ്കുണ്ട്, ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് വലിയ പൈപ്പിലൂടെ. പഞ്ചായത്തുകളിലേക്ക് അതിനേക്കാൾ ചെറിയ പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്, വാർഡുകളിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ ഇടവഴിയിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. കാരണം എന്താണ്? ഇതിനകത്ത് പല്ലി കയറി അടഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഋഷികേശ്, ഹിമാലയൻ താഴ്വരകളിൽ 25,000-ൽ പരം ആശ്രമങ്ങളാണ്. അവിടെ ഏത് സമയത്തും എപ്പോഴും സദാസമയവും അവിടെ മന്ത്രോച്ചാരണങ്ങളാണ്. കർമ്മ പദ്ധതികളും അവർ നടത്തുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സന്യാസിമാർ, അവർക്ക് വേണ്ടിയിട്ടല്ല. അവരെ പഠനങ്ങൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂജ് ടാങ്ക് പോലെ വറ്റാത്ത ഉറവയായിട്ട് വേദവേദാന്തങ്ങൾ അങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ടാപ്പാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള അമ്പലങ്ങൾ. പക്ഷെ ആ അമ്പലങ്ങൾക്കകത്ത് വൈദികന്മാർ, പൂജാരിമാർ, ഭൂരിഭാഗം നമ്പൂരി വംശജരാണല്ലോ, ഒക്കെ ആ പല്ലികൾ കയറി അടഞ്ഞിരിക്കുകയാണ്. നമ്മൾ ടാപ്പ് തുറന്നാൽ കിട്ടില്ല മക്കളെ. അതിനകത്ത് വെള്ളം വരില്ല, അതിനകത്ത് വേദവേദാന്തങ്ങൾ താഴോട്ട് വരില്ല. അവിടെ അടച്ചു വച്ചിരിക്കുകയാണ്. അതിന് പകരം എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അനാത്മവിദ്യ അവിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിൽ. ആത്മവിദ്യകളെ പാടുള്ളൂ തീർത്ഥസ്ഥാനങ്ങളിൽ. ഒരു മുസ്ലിം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളിയിലെ മക്കൾ കൂടിയിട്ട് അവരാലോചിക്കാറുണ്ടോ ഇത്തവണ നമ്മളുടെ ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബക്രീദ്, ഇതിന് ഏത് നാടകം വെക്കണ്ടേ, ഏത് മിമിക്രിയാണ് വെക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കാറുണ്ടോ? ഏത് സിനിമാ നടനെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തേണ്ട അവർ തീരുമാനിക്കാറുണ്ടോ? ആചാരങ്ങളും ആചാര്യന്മാരും, അതിനപ്പുറം അവിടെ ചിന്തയില്ല. ക്രിസ്ത്യൻ പള്ളികൾ ഞായറാഴ്ചകൾ കല്യാണം പാടില്ല പറഞ്ഞു. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കുള്ള ദിവസം, കല്യാണം നടത്താനുള്ള ദിവസമല്ലെന്നാണ് പറഞ്ഞത്. പലർക്കും മുറിവുറുപ്പൊക്കെ ഉണ്ടായി. പക്ഷെ അവർ ആചാരത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്, ആചാര്യന്മാരെ മുറുകെ പിടിച്ചിട്ടുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട്. അതേ സമയത്ത് ഹൈന്ദവ ധർമ്മത്തിൻ്റെ മൂലാധാരങ്ങൾ എവിടെയാണെന്ന് അറിയാൻ പോലും അവർ മനുഷ്യന്മാരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാപീതം മുഖം. സത്യത്തിൻ്റെ മുഖം മൂടി വെച്ചിരിക്കുകയാണ് എല്ലാ കാലഘട്ടത്തിനും വൈദികന്മാർ. അവരെ തെമ്മാടികളെന്ന് വിളിക്കാം. തെമ്മാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിക്ഷണറിയില്ലാത്ത പദമല്ല. അതിനേക്കാൾ വലിയ പദം എനിക്കറിയാം. അത് പിന്നെ പച്ചത്തറിയാണ്, പറയാൻ പാടില്ലല്ലോ പരസ്യമായിട്ട്. രഹസ്യമായിട്ട് ഞാൻ ചെവിട്ടിൽ വേണ്ടി പറഞ്ഞു തരാം അവനേക്കും വിളിക്കേണ്ട പേരുകൾ. അമ്പലമെന്ന മഹാസൗധങ്ങൾ പറഞ്ഞിട്ട് രാജാക്കന്മാർ പണിതിട്ടിട്ടുള്ളതാണ്. പഴയ കാലത്തെ ഇത്തരം കാര്യങ്ങളുടെ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന ആൾക്കാർ പണിതിട്ടിട്ടുള്ളതാണ്. ഇന്ന് അതെല്ലാം പെട്ടിപ്പീടികകളാക്കി മാറ്റി. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എന്തായാലും പറയുക, പുണ്യം കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കുക, പുണ്യം കൊടുക്കുക, പൈസ വാങ്ങിക്കുക, പുണ്യം കൊടുക്കുക. ശിവരാത്രി 3 സിനിമകൾ എന്ന രീതിയിലാണ് ആന, വെടി, മിമിക്രി, നാടകം. 50 ആന 60 ആനയാക്കി. ഞങ്ങളുടെ അമ്പലത്തിൽ 70 ആന, അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ 80 ആന വരും. ആനയൂട്ട്, ആനയ്ക്ക് കാൻബറീസ് താനങ്ങളേക്ക് മാറ്റുള്ളൂ. ആനയൂട്ട് എന്നതിൽ പ്രഹസനം, അവഹേളനം, ദൈവത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മേലെ പ്രത്യക്ഷത്തിന് പലപ്പോഴും നമ്മൾ കണ്ടിട്ട് വളാഞ്ചേരിയിലേക്ക് അമേദ്യാഭിഷേകം നടത്തിയത്. അത് അമേദ്യം തന്നെ എടുത്ത് അഭിഷേകം നടത്തുകയും ചെയ്തത്. ഇവരതല്ല, അതിനേക്കാൾ വലിയ അഭിഷേകം നടത്തുന്നത് മാലിന്യം.
ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളാക്കി മാറ്റി സ്വസമുദായത്തിൻ്റെ കാല് വെട്ടി ചോര കുടിക്കുന്ന പിശാചുകളാണ് അതിനകത്തിരിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു സമുദായത്തിൽ, ഒരു കുലത്തിൽ എങ്ങനെയാണ് കുലക്ഷയം വരാതിരിക്കുക? അർജുൻ്റെ ഏറ്റവും വലിയ വിലാപബോധമായിരുന്നു കുലക്ഷയം. അത് സംഭവിക്കില്ലേ അർജുന എന്നാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും ആൾക്കാരെ, ദ്രോണാചാര്യരെയും അതുപോലെ തന്നെ ഭീഷ്മാചാര്യരെയും കൊന്നു കഴിഞ്ഞാൽ, ഇവിടെ ആചാര്യന്മാരില്ലാതായി കഴിഞ്ഞാൽ കുലത്തിന് ക്ഷയം സംഭവിക്കില്ലേ? കുലത്തിന് ക്ഷയം സംഭവിച്ചാൽ സ്ത്രീകൾ ദുഷ്ടകളാകില്ലേ? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഹിന്ദു ട്രഡീഷൻ്റെ പേരും പറഞ്ഞിട്ട് 1, 2, 3 വ്യക്തികളെ, ഒരു സ്റ്റുഡിയോക്കാരനെയോ കല്യാണം കഴിച്ച ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പോയിട്ട് ആക്രമിക്കുകയല്ല വേണ്ടത്. ആക്രമിക്കേണ്ടത്, നിങ്ങൾക്ക് ഞാൻ തോന്നേണ്ടി അമ്പലങ്ങളിൽ കയറി ആക്രമിക്കുക. അമ്പലങ്ങൾ തകർത്ത് കളയല്ല, അമ്പലങ്ങൾക്കകത്തുള്ള ഇത്തരം മൂശേട്ട വേലകൾ ചെയ്യുന്ന ആളുകളെ കഴുത്തിൽ പിടിക്കുക. ഇനി ഈ അമ്പലത്തിൽ നാടകം നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെ കഴുത്തിൻ്റെ മേലെ തലയുണ്ടാവില്ല എന്ന് പറയാൻ ഇവിടുത്തെ ആദ്യ ഹിന്ദുത്വവാദികൾ തയ്യാറാകണം. ഹൈന്ദവ ജനതയോടോ അല്ലെങ്കിൽ ഹൈന്ദവ തത്വങ്ങളോടോ ധർമ്മത്തോടോ താല്പര്യമുള്ള ആൾക്കാരെ അതിനാണ് തയ്യാറാക്കേണ്ടത്. 40,000 അമ്പലങ്ങൾ, അവിടേക്ക് നിങ്ങൾ ഇരച്ചു കയറണം. ഇനി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നാടകം നടത്തിയെന്ന് അറിഞ്ഞാൽ ആദ്യം ചൂറിൽ കൊണ്ടടിക്കും. സാമദാന ഭേദബന്ധം, സാമമാണ് ചൂരൽ, അത്രയല്ലേ ഉള്ളൂ. ദാനം എന്ന് പറഞ്ഞാൽ നല്ല മുളവടി, ഞാൻ അർത്ഥം മാറ്റിയിട്ടാണ് പറയുന്നത്. അവസാനം ഭേദം എന്ന് പറഞ്ഞാൽ അവർ ചവിട്ടിയോട് പുറത്താക്കുക തന്നെ, പിൻകഴുത്ത് നല്ല പെട്ട വെച്ച് കൊടുക്കുക. ഇതിനാണോ ക്ഷേത്രങ്ങൾ? ഇന്നിപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ട്രഡീഷനെ അപമാനിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ മേലെ കണ്ണുവയ്ക്കാൻ അവർക്ക് പറ്റുന്നില്ല. പാവപ്പെട്ടൊരു വീഡിയോക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോക്കാരൻ്റെയോ ഏതൊരു പെൺകുട്ടികളോട് പോയിട്ട് ഇനി പരിപൂർണ്ണ നഗ്നനായ തന്നെ നാട്ടുകാർക്ക് എന്ത് ചെയ്തം? ഇനി അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ട്? പോലീസുകാരില്ല ഇവിടെ. ഇനി ഈ പറഞ്ഞ ഹിന്ദുത്വവാദികൾക്ക് വിഷമമുണ്ട്. ഞാൻ പറയുന്ന പോലെ ഹിന്ദു ട്രഡീഷന് എവിടെയാണ് വിത്തിടേണ്ടത്, എവിടെയാണ് മുളപ്പിക്കേണ്ടത്? ആ ക്ഷേത്രം ഞാൻ മൈതാനം എന്ന അർത്ഥമുണ്ട്, പാടശേഖരം എന്നൊക്കെ അർത്ഥമുണ്ട്. ആ ക്ഷേത്രങ്ങളെയാണ് വിളനിലങ്ങളാക്കി മാറ്റേണ്ടത്. അവിടെയാണ് ഈ മറ്റെന്തായാലും പറയുക, കള വളരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കേണ്ടത്. ഇപ്പം കളകൾ മാത്രമേ വളരുന്നു എന്നുള്ളതാണ് സത്യം. ആയതുകൊണ്ട് തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് മാറത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. 1, 2 വ്യക്തികളുടെ, ആ പെൺകുട്ടിയുടെയും ആ ആൺകുട്ടിയുടെയും ആ പടം പിടിച്ച സ്റ്റുഡിയോക്കാരനെയും മെക്കെട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇതേ സംഭവം ധൈര്യമുണ്ടോ ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇതേപോലെ ഫോട്ടോ എടുത്ത് വീട്ടുകാരെയും നാട്ടുകാരെയും സന്തോഷിപ്പിക്കാൻ മുസ്ലിം സമുദായത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽ? അതിനോട് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്, മക്കളെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ അവിടെ ആൾക്കാരുണ്ട്. അത് പറഞ്ഞാൽ ഇവർ കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പല രൂപത്തിൽ ഫലഭാവത്തിൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അതാണ് ക്രമം, അതാണ് ചിട്ടവട്ടങ്ങൾ. ഇതൊന്നുമില്ലാത്ത ഹിന്ദു സമൂഹം ഇങ്ങനെ ആയില്ലെങ്കിൽ, ഹിന്ദു സമൂഹത്തിലെ കുട്ടികൾ ഇനി ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ അവർ ഇത്രയും പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇനിയിപ്പോൾ എന്തുണ്ടാവും എന്നറിയാമോ? ഞങ്ങൾ ഇതുപോലെ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ എന്ന് പറഞ്ഞ് 100 കണക്കിന് ഷൂട്ടുകൾ ഇത് വരും. ഇപ്പം നമ്മൾ മൂടിപ്പൊച്ചിട്ട് പിൻഭാഗം കണ്ടുള്ളൂ, ഇനി ചിലപ്പോൾ മുൻഭാഗം കാണേണ്ടി വരും. നമസ്കാരം.